ഹായ്. ആം, നിങ്ങളെല്ലാവരും ചാറ്റ് ജി പി ടി എന്താണെന്നറിയാമല്ലോ. നിങ്ങളിപ്പോൾ ബിസിനസ്സിൽ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി അത് ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ? നമ്മളിൽ പലരും ഇല്ലേ ചാറ്റ് ജി പി ടി എല്ലാം അറിയാവുന്ന ഒരു ബോക്സിനെ പോലെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചാറ്റ് ജി പി ടി പോവുക, ചോദിക്കുക, ഉത്തരം എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക. അങ്ങനെയല്ല. ചാറ്റ് ജി പി ടിയുടെ പൊട്ടൻഷ്യൽ വളരെ അധികമാണ്. ബിസിനസ്സിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിനല്ലാണ്ട് ബിസിനസ്സിലെ ഏകദേശം എല്ലാ മേഖലയിലും നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിക്കും. ഞാൻ തന്നെ പേഴ്സണലായിട്ട് എൻ്റെ ബിസിനസ്സിൻ്റെ ഓൾമോസ്റ്റ് 80% ഏരിയാസിൽ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ട് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാൻ പറ്റുന്ന 10 ഡിഫറെൻറ്റ് യൂസ് കേസസ് ആണ്. ഓക്കെ. എൻ്റെ പേര് താഹ. ഞാനൊരു ബിസിനസ് ഓട്ടോമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റ് ആണ്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആക്കാം, എങ്ങനെ എക്സ്പെൻസസ് കുറക്കാം, ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ആവശ്യത്തിനും ചാറ്റ് ജി പി ടിയിലോട്ട് പോയിട്ടില്ലേ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചാറ്റ് ജി പി ടി ഒരു ആൻസർ പറയും. പക്ഷേ ഓരോ തവണയും ചാറ്റ് ജി പി ടി വ്യത്യസ്തമായ ആൻസറുകളായിരിക്കും പറയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കണം. ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തവണ ഒരു ടെംപ്ലേറ്റ്, അതായത് ഒരു ഒരു ടെംപ്ലേറ്റ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ടെംപ്ലേറ്റും കൂടി കൊടുത്തിട്ട് പറയുക ആൻസർ യൂസിങ് ദ ടെംപ്ലേറ്റ്. അപ്പോൾ എന്താന്ന് പറയുക, ചാറ്റ് ജി പി ടിയുടെ റെസ്പോൺസ് എല്ലാ സമയം ഒരേപോലെ ഇരിക്കും. ഒരു ബിസിനസ്സായ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനൊരു യൂണിഫോമിറ്റി വേണമല്ലോ. അപ്പോൾ ഇന്നത്തെ യൂസ് കേസിന് ഞാനിപ്പോൾ എൻ്റെ ഡ്രൈവിൽ എനിക്കൊരു ടെംപ്ലേറ്റ്, അതായത് പ്രോംപ്റ്റ് ലൈബ്രറി ഉണ്ട്. അതിനകത്ത് ഞാൻ എല്ലാ ടെംപ്ലേറ്റുകളും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പോയിൻ്റായി ടെംപ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റാണിത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പലർക്കും എൻക്വയറീസ് വരാറുണ്ടല്ലോ. എൻക്വയറീസ് വന്ന ശേഷം നമ്മൾക്ക് അതിന് റെസ്പോൺസ് ചെയ്യണം. അതായത് നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു എൻക്വയറി വരും. നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, സ്ഥിരമായിട്ടൊരു പാറ്റേൺ വല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് ഒരു റീയൂസബിൾ ഇമെയിൽ ടെംപ്ലേറ്റ് എനിക്ക് വേണം. എന്തിനാണ്? റെസ്പോണ്ടിങ് ടു ന്യൂ എൻക്വയറീസ്. ആ ഇമെയിലിനകത്ത് അയച്ച ആൾക്കാരെ താങ്ക് ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യാമെന്ന് പറയണം, നമുക്ക് ചോദിക്കാനുള്ള 3 ചോദ്യങ്ങൾ വേണം. എന്നിട്ട് ഇതെൻ്റെ ടോണാണ്. നമുക്ക് ഏത് ടോണിൽ കൂടിയാണ് നിങ്ങൾക്ക് റെസ്പോൺസ് വേണ്ടതെന്നാണ്. ഓക്കെ. ഞാനിപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ചാറ്റ് ജി പി ടി ഒരു ടെംപ്ലേറ്റ് തന്നു. അതിനകത്ത് സബ്ജക്റ്റ് ലൈനും ആൻസേഴ്സും, അതായത് ഇമെയിൽ ടെംപ്ലേറ്റ് ഉണ്ട്. നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇതിൽ സൂക്ഷിക്കാം. അപ്പോൾ അടുത്ത തവണ നമ്മൾ ഈ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുമ്പോൾ ഒരു എൻക്വയറി വന്നിട്ട് നമ്മൾ തിരിച്ച് ജസ്റ്റ് ഇങ്ങനെയല്ല ചോദിക്കുക. ഇപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ചോദിക്കുക, ഹിയർ ഈസ് ദ ഇമെയിൽ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇമെയിൽ കോപ്പി പേസ്റ്റ് ചെയ്യും. കുഡ് യു ടൈപ്പ് റെസ്പോൺസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓരോ തവണ വ്യത്യസ്തമായ ആൻസർ വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയും കുഡ് യു ടൈപ്പ് എ റെസ്പോൺസ് യൂസിങ് ദ ടെംപ്ലേറ്റ്. എന്നിട്ട് നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഓരോ എൻക്വയറിക്കും നിങ്ങൾ ആ ടെംപ്ലേറ്റ് വെച്ചിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. ഇതേപോലെ ബിസിനസ്സിൽ നമ്മൾ റീയൂസ് ചെയ്യുന്ന, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസിനും നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇമെയിൽ റിപ്ലൈസിന്, പ്രപ്പോസൽസിന്, അതായത് ഏകദേശം 70-80% ഓഫ് ഏരിയാസിൽ നമുക്ക് റീയൂസബിൾ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. എൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് HR. ഇപ്പോൾ എച്ച് ആർ വളരെ ഡോക്യുമെൻ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കിപ്പോൾ എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും, ഫയർ ചെയ്യുമ്പോൾ ടെർമിനേഷൻ ആണെങ്കിലും, ലീവ് അപ്രൂവൽ, പിന്നെ ഓരോ ആൾക്കാരുടെ ടാസ്ക്, ഇതൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ തന്നെ ഇന്നലെ ഇപ്പോൾ എനിക്കൊരു വെർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചാണ് എൻ്റെ കോൺട്രാക്ട് തയ്യാറാക്കിയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ പറയാം. ഞാനൊരു പുതിയ ചാറ്റ് എടുക്കുകയാണ്, ന്യൂ ചാറ്റ്. എന്നിട്ട് ഇതാ എനിക്കൊരു വെർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊരു 1 പേജ് കോൺട്രാക്റ്റ് ഉണ്ടാക്കി തരിക. അപ്പോൾ ഞാൻ അതിൽ റിക്വയർമെൻറ്റ്സിൽ ക്ലിയർ ആയിട്ട് പറയും എന്തൊക്കെ ഇൻവോൾവ് ആണ്, എന്തൊക്കെ ഇൻവോൾവ് ആവണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോംപ്റ്റ് എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാറ്റ് ജി പി ടി നമുക്ക് ആവശ്യമുള്ള പോലത്തെ ഒരു കോൺട്രാക്റ്റ് തരും. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ് തരുന്നത്. നമുക്ക് ഏകദേശം, അതായത് ഒരു കോൺട്രാക്റ്റിൽ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ പറയുന്നുണ്ട്. പെർഫെക്റ്റ്.
ഇനി ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ടെംപ്ലേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നെങ്കിൽ ടെംപ്ലേറ്റ് ആയിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് അത് റീയൂസ് ചെയ്യുക. ഞാൻ ഇന്നലെ ചെയ്ത ടെംപ്ലേറ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. സോ ഇതിൽ പോയിട്ട് ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ട് ടേംസ്, ഇതാണ് ഇന്നലെ എനിക്ക് അവർ ചാറ്റ് GPT തന്ന ടെംപ്ലേറ്റ്. ഇതാണ് ഞാൻ ഇനി റീയൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി പുതിയൊരു റിക്വയർമെൻറ്റ് വരുമ്പോൾ ഞാൻ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഏതെങ്കിലും സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടിട്ട് അയച്ചു കൊടുക്കുകയാണ് പതിവ്. സോ HR ഏകദേശം എല്ലാ ആസ്പെക്ട്സിലും നമുക്ക് ചാറ്റ് GPT ഉപയോഗിക്കാം. അതിനെ പ്രോംപ്റ്റ് ചെയ്ത് ആ പ്രോംപ്റ്റ് നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ട് ടെംപ്ലേറ്റ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ട്രിക്ക്. ഇനി മൂന്നാമത്തത് പറയുന്നത് പ്രപ്പോസൽ ജനറേഷൻ വളരെയധികം സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു ക്ലയൻറ്റ് വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, എന്നിട്ട് നമുക്ക് തിരിഞ്ഞിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രപ്പോസൽ അയക്കലാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓട്ടോമേഷൻ്റെ പ്രപ്പോസൽ, വെബ് ഡിസൈനിങ്ങിൻ്റെ പ്രപ്പോസൽ. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ അതിനൊരു സമയം എടുക്കും. അപ്പോൾ ആ പ്രപ്പോസൽ അയക്കുന്ന എൻറ്റയർ പ്രോസസ്സ് നമുക്ക് ചാറ്റ് GPTക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു പുതിയ ചാറ്റ്. എന്നിട്ട് ഈ പ്രോംപ്റ്റിൽ എന്താ പറയുന്നത്, ക്രിയേറ്റ് എ പ്രൊഫഷണൽ പ്രപ്പോസൽ ഫോർ ദ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. എന്നിട്ട് ക്ലയൻറ്റിൻ്റെ പേര് കൊടുക്കുക അവിടെ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ABC എൻജിനീയറിംഗ്. ഗോൾ ജനറേറ്റ് ലീഡ്സ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും. സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ടാവും. അങ്ങനെ ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രപ്പോസൽ ടെംപ്ലേറ്റിൽ ഇവിടെ കൊടുക്കുക. എന്നിട്ട് പറയുക ഡു ഇറ്റ് ഇൻ ദ ടെംപ്ലേറ്റ് ഗിവൺ. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം അത് നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ വരും. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ ടെംപ്ലേറ്റ് ഇത് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യും. ഒന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മാറ്റുക, എന്നിട്ട് ക്ലയൻറ്റിനെ അയച്ചു കൊടുക്കുക. ഇത് വളരെ അതായത് ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ എടുത്ത് ഒരു പ്രപ്പോസൽ ചെയ്യുന്നത് 10 മിനിറ്റ് കൊണ്ട് പരിപാടി മൊത്തമായിട്ട് കഴിയും. കണ്ടില്ലേ? പ്രപ്പോസലിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഓവർവ്യൂ, സ്കോപ്പ് ഓഫ് വർക്ക്, ഡെലിവറബിൾസ്, ടൈം ലൈൻ എല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ചിന്തിച്ചിട്ട് പ്രപ്പോസൽ ചെയ്യുമ്പോൾ മിസ്സാവുന്ന പല കാര്യങ്ങളും ചാറ്റ് GPT പ്രപ്പോസൽ എഴുതുമ്പോൾ മിസ്സാവാറില്ല. അപ്പോൾ നമുക്ക് അതും കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ടെംപ്ലേറ്റ് പ്രപ്പോസലായി. അടുത്തതെന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിനും ചാറ്റ് GPT വളരെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഏകദേശം ബിസിനസ്സിലെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാനിങ്ങും ഇപ്പോൾ ചെയ്യുന്നത് ചാറ്റ് GPTയും ക്ലൗഡും ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ആദ്യം ചാറ്റ് GPTയിൽ ചെയ്യും, എന്നിട്ട് അതെടുത്തിട്ട് ക്ലൗഡിന് കൊടുക്കും, എന്നിട്ട് ക്ലൗഡിനോട് അതിനെ ആർഗ്യൂ ചെയ്യാൻ പറയും, എന്നിട്ട് അതിനൊരു ബെസ്റ്റ് എടുക്കുകയാണ് പതിവ്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് നമ്മളൊരു ചെറിയ ബിസിനസ്സാണ്, നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാൻ വേണം അടുത്ത 30 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് തീമും ഇതും. അപ്പോൾ ആ പ്രോംപ്റ്റ് എടുക്കുക, എന്നിട്ട് ചാറ്റ് GPTൻ്റെ പ്ലാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ ഞാനിവിടെ അതല്ലേ ഐ റൺ എ സ്മോൾ സർവീസ് ബിസിനസ്. എനിക്ക് സോഷ്യൽ മീഡിയ ട്രസ്റ്റിനും എൻക്വയറീസിനും വേണ്ടിയിട്ടാണ് അടുത്ത 30 ദിവസത്തെ സോഷ്യൽ മീഡിയ പ്ലാന് തരണം. അതിനകത്ത് എന്തെല്ലാം ഇൻക്ലൂഡ് ആവണം? കണ്ടന്റ് തീംസ്, പോസ്റ്റ് ഐഡിയാസ്, പോസ്റ്റിംഗ് ഫ്രീക്വൻസി, നമ്മൾ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ. എന്നിട്ട് നോ ട്രെൻഡ്സ്, നോ റീൽസ്. നമ്മൾ ചാറ്റ് GPTയോട് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യരുത് എന്നും കൂടി പറയണം. അപ്പോഴാണ് ചാറ്റ് GPT നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് തരിക. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ഒരു 30 ഡേയ്സിൻ്റെ പ്ലാനിങ് ഇപ്പോൾ തരും. അതായത് ആഴ്ചയിൽ 3 പോസ്റ്റ് വീതം, അതായത് 12 പോസ്റ്റ് ഒരു മാസത്തിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഐഡിയാസ് അവർ തരുന്നുണ്ട്. എന്നിട്ട് 30 ദിവസത്തെ പ്ലാൻ, വീക്ക് 1 എന്താണ്, വീക്ക് 2 എന്താണ്, വീക്ക് 3, വീക്ക് 4, ഇങ്ങനെ എല്ലാ പ്ലാനിങ്ങും ചാറ്റ് GPT തരും. അപ്പോൾ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യണം എന്നറിയാത്ത സിറ്റുവേഷനിൽ ചാറ്റ് GPT ഉപയോഗിച്ച് പ്ലാനിങ് ചെയ്താൽ പിന്നെ ആ പ്ലാൻ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഞാൻ ഇതേപോലുള്ള സംഭവങ്ങൾ ചില ദിവസം ചാറ്റ് GPT ഇങ്ങനെ, ക്യാൻ യു ഗിവ് മീ ദിസ് ആസ് എ ടേബിൾ സ്ലാഷ് മെട്രിക്സ് ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ്. എനിക്കെപ്പോഴും ഇല്ലേ ഒരു ടേബിൾ ഫോർമാറ്റിൽ കിട്ടുമ്പോഴാണ് ഒരു ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 30 ദിവസത്തെ ഫോർമാറ്റിംഗ് വളരെ ക്ലിയർ ആയിട്ട് ടേബിളായിട്ട് തരുമ്പോൾ എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് വീണ്ടും ചോദിക്കണം. അപ്പോൾ ടേബിളായിട്ട് തരുമ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഓരോ ആഴ്ചയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ ടേബിൾ ഇത് തരുന്നു. നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്ത് വല്ല എക്സലിലും സൂക്ഷിച്ചിട്ട് പിന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയല്ലോ. നമ്മളിനി പ്ലാനിങ്ങിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് പേഴ്സണൽ അസിസ്റ്റൻറ്റ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ചാറ്റ് GPT ടൂളാണ്. ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ചാറ്റ് GPTനെ തന്നെയാണ് ഉപയോഗിക്കാറ്. ഫോർ എക്സാമ്പിൾ,
ഇവിടുത്തെ പ്രോംപ്റ്റ് ഉണ്ടല്ല, ഐ ഹാവ് എ ബിസിനസ് ഗോൾ. എനിക്ക് മന്ത്ലി റവന്യൂ 2 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം ആക്കി മാറ്റണം. അപ്പോൾ ഇതിനെ മന്ത്ലി മൈൽ സ്റ്റോൺ ആയി, വീക്ക്ലി മൈൽ സ്റ്റോൺ ആയി, ഡെയിലി ആക്ഷൻ ആയിട്ട് ചെയ്യുക. എന്നിട്ട് ഐ വിൽ ചെക്ക് ഇൻ ഡെയിലി. ഞാൻ ഇന്നെന്താ ചെയ്തതെന്ന് നിന്നോട് പറയും. അപ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോ അല്ല, ഞാൻ നാളെ എന്താ ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത് ചാറ്റ് ജി പി ടി എന്നോട് പറയണം. അപ്പോൾ ഈ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമ്മളൊരു ബിസിനസ് പേഴ്സൺ ആയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ സ്ഥിരം, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വെച്ചിട്ടില്ലേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ് ഇങ്ങനെ മിസ്സായി പോകും. എന്നിട്ട് മാസാവസാനം ആകുമ്പോഴേക്കും അയ്യോ ഈ മാസം നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ് ചാറ്റ് ജി പി ടി ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. എന്നിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളത് നിങ്ങൾ ചാറ്റ് ജി പി ടിയോട് പറയണം. അപ്പോൾ ചാറ്റ് ജി പി ടി പറയും, ഓ നിങ്ങൾ ഇത്ര സമയം ഇവിടെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്, അതല്ല നിങ്ങൾ ഇവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതാ കണ്ടില്ലേ, ഇപ്പം ഞാൻ ഈ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ കറണ്ട് റവന്യൂ ടാർഗറ്റ് 3 ലക്ഷമാണ്. നമുക്ക് 1 ലക്ഷത്തെ ഇൻക്രീസ് വേണം. 6 മാസത്തെ സാവകാശത്തിൽ നമുക്ക് മന്ത്ലി റവന്യൂ 2ൽ നിന്ന് 3 ആക്കണം. അതിന് റിക്വയർഡ് ഗ്രോത്ത്, അതായത് ഒരു മാസം 18,000 20,000-ൻ്റെ അടുത്ത് ഗ്രോത്ത് ഇൻക്രീസ് ആണ്. അപ്പോൾ എവിടെയാണ് സെയിൽസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞുതരും. അപ്പോൾ ഇതേപോലെ എന്ത് പ്ലാനിങ് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം. അത് ചെയ്തു വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ ഡെയിലി തിരിച്ചു വന്നിട്ട് ചാറ്റ് ജി പി ടി ചെക്ക് ഇൻ ചെയ്യണം, ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്തു, ഞാൻ എൻ്റെ ട്രാക്കിലാണോ എന്ന്. അപ്പോൾ ഒരു ലിറ്ററലി ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അടുത്തത് വെബ് ഡിസൈൻ ആണ്. വെബ് ഡിസൈൻ ഞാൻ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് ഇത്. എൻ്റെ ഏകദേശം പുതുതായി ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും ചാറ്റ് ജി പി ടി ഉപയോഗിച്ചാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ പ്രൊഫോ ഗൈഡൊക്കെ, സോ ഗൈഡ്, ഈ വെബ്സൈറ്റൊക്കെ മൊത്തമായിട്ട് ഇതിൻ്റെ ഐഡിയാസും ഈ ലേഔട്ടും കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി ടി തന്നിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തത് മാത്രമാണ്. എൻ്റെ nisabms.com-ലെയും ലോട്ട് ഓഫ് തിങ്സ് ആർ ചാറ്റ് ജി പി ടി. ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുന്നു, അത് ഒരു ഇത് തരുന്നു, ഞാൻ അതെടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി നിങ്ങളത് ശരിയാക്കേണ്ടി വരും, പക്ഷേ ചാറ്റ് ജി പി ടി ദിവസം പോകും തോറും അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. എനിക്കൊരു സർവീസ് ബേസ്ഡ് ബിസിനസ് ഉണ്ട്, ഹെൽപ്പ് മീ ക്രിയേറ്റ് എ സിമ്പിൾ ബിസിനസ് വെബ്സൈറ്റ്. അപ്പോൾ എന്ത് ബിസിനസ്സാണ്? ഉദാഹരണത്തിന് ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഐ റൺ എ സ്മോൾ സർവീസ് ബേസ്ഡ് ബിസിനസ് ഫോർ CCTV ഇൻസ്റ്റാളേഷൻ. ഞാൻ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ചെയ്യുന്നത്. എനിക്ക് എസെൻഷ്യൽ പേജസ്, പർപ്പസ് ഓഫ് ഈച്ച് പേജ്, എന്താണ് കോണ്ടന്റ്, കോൾ ടു ആക്ഷൻ ഐഡിയാസ്, എന്നിട്ട് പറയണം. എന്നിട്ട് ഇൻ കോഴിക്കോട്. ഇതൊരു ഹൈ ലെവൽ ഓവർവ്യൂ ആണ്. ഒബ്വിയസ്ലി നിങ്ങളിത് വീണ്ടും എന്താ പറയുക, ഇതിനെ നന്നാക്കിയെടുത്ത് ചാറ്റ് ജി പി ടി കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസസ് കിട്ടും. ഇതൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണം, ഹോം പേജിൽ എന്താ വേണ്ടത്? ഇപ്പം ഞാൻ ചോദിക്കുന്നത് പ്ലാനാണ്. ആദ്യം പ്ലാൻ എടുക്കുക, എന്നിട്ട് ആ പ്ലാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഓരോ സ്റ്റെപ്പായിട്ട് വീണ്ടും ചാറ്റ് ജി പി ടി കൊടുക്കുക. ഇതാണ് നീ തന്ന പ്ലാൻ, ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം. ഇപ്പോൾ ഇത് ഹോം പേജ് തരുന്നു. ഹോം പേജിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സംഭവം വേണമെങ്കിൽ മലയാളത്തിലും ചോദിക്കും. ചാറ്റ് ജി പി ടി അടുത്ത കാലത്തായിട്ട് നന്നായിട്ട് മലയാളത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് വെൽ, റൈറ്റ് ഇൻ മലയാളം. 100% അല്ല, എന്നാലും വളരെ ഈസി ആയിട്ട് അത് മലയാളത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ റെസ്പോൺസ് ചെയ്യുമ്പോൾ പിന്നെ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഹോം പേജിൻ്റെ ലക്ഷ്യം എന്താണ്? സന്ദർശകനും ഉടനെ മനസ്സിലാക്കണം നിങ്ങൾ എന്ത് സർവീസ് ചെയ്യുന്നു, എവിടെയാണ് സർവീസ് നൽകുന്നത്, എന്തിന് നിങ്ങളെ തിരഞ്ഞെടുക്കണം നിങ്ങളെ കോമ്പറ്റീറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹോം പേജിൽ ഉള്ളടക്കം എന്തൊക്കെയാണ്? കോഴിക്കോടിനും സമീപ പ്രദേശങ്ങളുമായി പ്രൊഫഷണൽ CCTV ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസ് സർവീസ്. പക്ഷേ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണം, കാരണം ഗൂഗിളും SEO ഒക്കെ വേണ്ടിയിട്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവർ തരുന്നത് നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തൊക്കെയാണ് സർവീസ് പേജസ് എന്ന് പറഞ്ഞു. വീടുകൾക്ക് CCTV, കടകൾ ഓഫീസുകൾക്ക് CCTV, ഔട്ട്ഡോർ ഇൻഡോർ ക്യാമറ, മൊബൈൽ ഫോൺ വഴിയുള്ള പിന്നെ അബൌട്ട് അസ്. അങ്ങനെ വെബ് ഡിസൈനിൻ്റെ നിങ്ങൾക്ക് ഏകദേശം പ്ലാനിങ് മൊത്തമായിട്ട് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ചെയ്യാം. മുമ്പൊക്കെ നമ്മൾ വെബ് ഡെവലപ്പറിനെ കണ്ടുപിടിച്ചിട്ട് പിന്നെ വെബ് ഡെവലപ്പർ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചാറ്റ് ജി പി ടി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് നല്ലൊരു ധാരണ ആയ ശേഷം, ഏകദേശം അപ്രോക്സിമേറ്റ് പ്രൈസ് അറിഞ്ഞ ശേഷം ഒരു വെബ് ഡെവലപ്പറെ കാണുമ്പോൾ
വളരെ നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സർവീസ് കിട്ടുന്നുള്ളതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ച 5ാമത്തെ പോയിന്റ് അല്ലേ. 1, 2, 3, 4, 5, 6 പോയിന്റ് കഴിഞ്ഞു. 6ാമത്തെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇതും എനിക്ക് കൂടുതലായിട്ട് ChatGPT ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പോസ്റ്റർ ഉണ്ടാക്കുക, ബാനർ ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഉണ്ടാക്കുക, ഞാൻ നേരത്തെ കാണിച്ച പോലെ സോഷ്യൽ മീഡിയയുടെ പ്ലാൻ ഉണ്ടാക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ChatGPT ഉപയോഗിച്ച് ചെയ്യാം. പറയുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പ്രോംപ്റ്റ് നന്നായിട്ട് എഴുതിയിട്ട് പ്രോംപ്റ്റ് ഡൈല്യൂട്ട് ആവാതെ ചെയ്യുക. അതായത് ഞാനിങ്ങനെ ഓരോന്നിനും വേറെ വേറെ ചാറ്റ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് വേറൊരു കാര്യം ChatGPTയുടെ അതേ ചാറ്റിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ChatGPT കൺഫ്യൂഷൻ ആകും. ഒരുമാതിരി അന്വേഷിച്ച് വന്ന ഒരു പേഷ്യൻറ്റിനെ പോലെ ആയിരിക്കും, പകുതി ഉത്തരമായിരിക്കും കിട്ടുക. അപ്പോൾ എപ്പോഴും പുതിയൊരു കോണ്ടെക്സ്റ്റിൽ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, അതായത് ക്രിയേറ്റ് എ പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഫോർ UAE ബേസ്ഡ് അക്കൗണ്ടിങ് ഫർം. UAEയിൽ വാറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് വാറ്റിൻ്റെ സീസൺ വരുമ്പോൾ വാറ്റിന് ഒരു പോസ്റ്റർ വേണം, വാട്സാപ്പിൽ ഇടാനോ സോഷ്യൽ മീഡിയയിൽ ഇടാനോ, എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ സ്റ്റൈല് പറഞ്ഞു, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാനിത് കൊടുക്കുകയാണ്. നിങ്ങൾ ഫ്രീ സർവീസാണ് ChatGPTയുടെ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട്, ദിവസം ഇത്ര ഇമേജ് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ. എൻ്റെ കയ്യിൽ ഓൾറെഡി പെയ്ഡ് സർവീസ് ഉണ്ട്. നിങ്ങളൊരു താരതമ്യേന നല്ല റവന്യൂ എടുക്കുന്നത്, ഈവൻ ഒരു 10,000 രൂപ പ്രോഫിറ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ കൂടി നിങ്ങൾ ChatGPT പെയ്ഡ് വെർഷൻ എടുക്കുക. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് നിങ്ങളൊരു 1000 രൂപയാണ് അതിന് മന്ത്ലി വരുന്ന ഫീസ്, അതൊരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാണ്ട് അതൊരു ലേബറായിട്ട് കണക്കൂട്ടുക. അതായത് ഒരു അസിസ്റ്റൻറ്റ് ചെയ്യുന്ന ജോലിയാണ് ChatGPT ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളം ഇപ്പോൾ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരാളെയും കിട്ടില്ല, നിങ്ങൾക്ക് മിനിമം 10,000 രൂപ കൊടുക്കണം. അതിന് പകരം 1000 രൂപയുടെ പെയ്ഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് ചെയ്യാം. പിന്നെ ഈ ഇമേജ് ജനറേഷൻ കുറച്ച് സമയം എടുക്കാറുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഓൾറെഡി വളരെ മനോഹരമായൊരു പോസ്റ്റർ ഇത് എടുത്തു തന്നു. UAE വാറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ഫയലിംഗ് മെയ്ഡ് സിമ്പിൾ. ഒബ്വിയസ്ലി ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലോഗോ വരും. പ്രോപ്പറായിട്ടുള്ള കോൺടാക്റ്റേഴ്സിൻ്റെ നമ്പർ കൊടുക്കാം, അപ്പോൾ അത് വരും. പക്ഷെ എന്നാലും കണ്ടില്ലേ, ഒരു 5 മിനിറ്റിനകത്ത് ഇത് ഇത്ര ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇതിന് പകരം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവിടെ എന്താണ് മാറ്റം വേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് കോൺടാക്ട് അസ് റൈറ്റ് മൈ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ അവർ അത് മാറ്റിയിട്ട് അവിടെ ഫോൺ നമ്പർ തരും. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റെഡ് ഓഫ് കാൽക്കുലേറ്റർ പുട്ട് കമ്പ്യൂട്ടർ പിക്ചർ എന്ന് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ട ഒരുപാട് ആഡ് മെറ്റീരിയൽസ് നമുക്ക് ChatGPT ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു പെയ്ഡ് പ്ലാൻ എടുക്കുക. കാരണം ഇതൊരു 2 ഇമേജ് 3 ഇമേജ് ആകുമ്പോൾ മിക്കവാറും സ്റ്റോപ്പ് ആവും. എന്നിട്ട് പറയും ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തട വരുന്നത് പിന്നെ ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിന് അത് ലോസാണ്. അതിന് പകരം കുറച്ച് ഹയർ പ്ലാൻ എടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് SOP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓരോ കാര്യത്തിനും ബിസിനസ്സിന് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരാളെ എങ്ങനെ ഹയർ ചെയ്യണം, ഒരാളെ എങ്ങനെ ഫയർ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു CCTV കമ്പനി ആണെങ്കിൽ നിങ്ങളൊരു ഒരു ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ്, അതിൻ്റെ പേരാണ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മുടെ നാട്ടിൽ ആൾക്കാരധികം ചെയ്യാറില്ല. അതിൻ്റെ ഒരു കുഴപ്പം കൂടി കാണുന്നുണ്ട്. കാരണം SOP ഇല്ലെങ്കിൽ ഓരോ സമയത്തും ആൾക്കാർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു SOP ഉണ്ടാക്കാൻ പറയുകയാണ്. എന്തിനാണ്? ഒരു CCTV ക്യാമറ ടെക്നീഷ്യൻ ഓൺ സൈറ്റ് പോകുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള SOP. നിങ്ങളിത് കോപ്പി ചെയ്യുക, എന്നിട്ട് ChatGPTയോട് ചോദിക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടൊരു SCP ഉണ്ടാക്കി തരും. മുമ്പൊക്കെ നമ്മളൊരാളെ ഹയർ ചെയ്തിട്ട് അവർ ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ് ഈ 5 മിനിറ്റ് 10 മിനിറ്റിൽ ChatGPT ചെയ്യുന്നത്. കണ്ടില്ലേ? അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫോർമാറ്റ്, CCTV ടെക്നീഷ്യൻ ഓൺ സൈറ്റിൽ എന്തൊക്കെ ചെയ്യണം, എന്താണ് റെസ്പോൺസിബിൾ, എന്തൊക്കെയാണ് ടൂൾസ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് സേഫ്റ്റി ചെക്ക്, എന്താണ് നിങ്ങളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ChatGPT ഒരു മെയിൻ ഡോക്യുമെൻ്റ് തരും. പിന്നെ നിങ്ങൾ അത് എഡിറ്റ് ചെയ്തിട്ട് നന്നായി എടുക്കുക, എന്നിട്ട് അതിനെ ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ് സ്കിൽ ലേണിംഗ് ആണ്. നമ്മൾ മുമ്പത്തെ പോലെയല്ല. മുമ്പ് എന്തെങ്കിലും ഒന്ന് പഠിക്കണമെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് സൈനപ്പ് ചെയ്യണം, പിന്നെ അത് അവർ പറയുന്ന സമയത്ത് ചെയ്യണം. ഇപ്പോൾ ChatGPT നിങ്ങൾക്ക് സ്വന്തമായിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കില്ല് വേണമെങ്കിലും ChatGPT ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. ഞാനിപ്പോൾ ബിസിനസ്സിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ച് മീ ഹൗ ടു ഹാൻഡിൽ പ്രൈസ് ഒബ്ജെക്ഷൻസ്, ഇത് എനിക്ക് ആവശ്യമുണ്ടായിരുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഏതെങ്കിലും ക്ലയൻറ്റ് വരും, അവർ ഓട്ടോമേഷൻ വർക്ക് പറയും, ഞാനൊരു $2,000-5,000 കൊട്ടേഷൻ കൊടുക്കും. അപ്പോൾ അവർ ദിസ് ഈസ് ടു എക്സ്പെൻസീവ്. അപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രൈസിങ്ങിൻ്റെ ഒബ്ജെക്ഷൻസ് എങ്ങനെ
ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ ചാറ്റ് ജി പി ടി നോക്കിയിട്ടാണ് പഠിച്ചത്. ഉദാഹരണത്തിന് ഞാനിതാ അതേ പ്രോബ്ലമാണ് ചാറ്റ് ജി പി ടി കൊടുക്കുന്നത്. ഞാനിവിടെ പോയിട്ട് ചാറ്റ് ജി പി ടിയോട് പറയാണ്, ടീച്ച് മീ ഹൗ ടു ഹാൻഡിൽ പ്രൈസ് ഒബ്ജെക്ഷൻസ് ഫ്രം ക്ലയൻസ് ഇൻ എ സ്മോൾ സർവീസ് ബേസ്ഡ് ബിസിനസ്. ക്ലയൻസ് ടു എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയണം എന്നൊക്കെ ഞങ്ങൾ ചോദ്യം. അപ്പോൾ ചാറ്റ് ജി പി ടി ഇതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇതേപോലെ ഡെയിലി ചാറ്റ് ജി പി ടി ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ച് അറിയാത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് പഠിക്കാം. അക്കൗണ്ട്സിനെ കുറിച്ച് ചോദിച്ചു പഠിക്കാം, ടാക്സേഷനെ കുറിച്ച് ചോദിച്ചു പഠിക്കാം, പ്രൈസ് ഒബ്ജെക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ച് പഠിക്കാവുന്നതാണ്. അവസാനം 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് SEO സ്ട്രാറ്റജിക്കാണ്. നമ്മളെല്ലാവരും SEOക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. SEO നമ്മൾ തേർഡ് പാർട്ടിയെ വെച്ചിട്ട് ഹയർ ചെയ്ത് ചെയ്യുന്നതാണ്. അതിന് മന്ത്ലി പൈസയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേയധികം കാര്യങ്ങൾ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഇതേ CCTV എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് നമുക്ക് SEO സ്ട്രാറ്റജി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഹൈ റൺ CCTV ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഇൻ കോഴിക്കോട്, കേരള. എനിക്ക് SEO പ്ലാനിങ് വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. ഈ ഓരോ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഈ മൊത്തം പ്രോംപ്റ്റിൻ്റെ ഡോക്യുമെൻ്റ് അവിടെ കൊടുക്കാം. എന്നിട്ട് ഈ പ്രോംപ്റ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രോംപ്റ്റ് എന്താണെന്ന് കമൻറ്റിൽ കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. എന്നിട്ട് ഈ ഓരോ പ്രോംപ്റ്റും ഇതേപോലെ ഒരു പ്രോംപ്റ്റ് ലൈബ്രറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താ അറിയോ, ഓരോ തവണ പുതിയ പ്രോംപ്റ്റ് എഴുതുന്നത് ഒരു ജോലിയാണ്. ഇനി ഭാവിയിൽ നമുക്ക് പ്രോംപ്റ്റ് വഴിയാണ് ഏകദേശം എല്ലാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോംപ്റ്റും ഒരു പ്രോംപ്റ്റ് ലൈബ്രറി ആയിട്ട് വെക്കുക. എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് പോലെ അത് മാറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ ലൈബ്രറിയിൽ നിന്ന് ഒരു പ്രോംപ്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്ക്. ഇപ്പോൾ നമ്മൾ SEOനെ കുറിച്ച് ചോദിച്ചു, CCTV ഇൻസ്റ്റാളേഷനെ കുറിച്ച്. അപ്പോൾ അതിന് നമുക്ക് പ്രൈമറി കീവേഡ് തന്നു. എന്നിട്ട് ഏരിയ, അതായത് ഫറൂഖ്, രാമനാട്ടുകര, കുന്നമംഗലം, അത് ഓരോ ഏരിയക്ക് വെച്ചിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഏതാ പേജ്, എന്നിട്ട് അതിനെ എങ്ങനെ ക്ലസ്റ്റർ ചെയ്യണം, അങ്ങനെ ഏകദേശം SEOക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ പറഞ്ഞ 10 കാര്യങ്ങൾ. അതായത് ചാറ്റ് ജി പി ടിയെ വെറും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റ് അല്ലാണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബിസിനസ്സിലെ ഏകദേശം എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, ആൻസർ ചെയ്യാവുന്നതാണ്. ഈ ഫോർമാറ്റും ഈ എന്താ പറയുക പ്രോംപ്റ്റ് ലൈബ്രറി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ചോദിക്കാം, ഞാൻ ഫ്രീ ആയിട്ട് തരാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.